രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്തിൽ അയ്യനെ കണ്ട് കൺകുളിർക്കെ വണങ്ങി. 11:45 രാഷ്ട്രപതി 18ാം പടി കയറിയത്. പ്രത്യേക വാഹനത്തിൽ 15 മിനിറ്റ് കൊണ്ടാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത്. രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടേന്തിയാണ് മല കയറിയത്. രാഷ്ട്രപതി അയ്യപ്പനെ തൊഴുന്ന സമയത്ത് ദേവസ്വം മന്ത്രി VN വാസവനും ഉണ്ടായിരുന്നു. പമ്പയിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്നും കെട്ടിനിറച്ചാണ് ശബരിമല കയറിയത്. രാഷ്ട്രപതി പടി കയറി കൊടിമര ചുവട്ടിൽ എത്തുമ്പോൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിലാണ് ഭക്ഷണവും വിശ്രമവും. 3 മണിവരെ അവിടെ ഉണ്ടാകും. രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉപഹാരമായി കുമ്പിളിന്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം സമ്മാനിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. തിരുമുറ്റം, സോപാനം, 18ാം പടി, മാളികപ്പുറം, രാഷ്ട്രപതി താമസിക്കുന്ന ദേവസ്വം ഗസ്റ്റ് ഹൌസ് എന്നിവ പ്രത്യേക സുരക്ഷാ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ്. മല കയറും മുൻപ് രാഷ്ട്രപതിക്ക് പമ്പാ സ്നാനം നടത്താൻ ത്രിവേണിയിൽ ജലസേചന വകുപ്പ് താൽക്കാലിക സ്നാനഘട്ടവും ഒരുക്കിയിരുന്നു. ശബരിമല ദർശനം നടത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പമ്പ മേൽശാന്തി TS വിഷ്ണു നമ്പൂതിരിയാണ് ഇരുമുടിക്കെട്ട് നിറച്ചു നൽകിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിന് പിന്നിലുള്ള കെട്ടുനിറ മണ്ഡപത്തിൽ വെച്ചാണ് രാഷ്ട്രപതിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമായി ഇരുമുടിക്കെട്ട് ഒരുക്കിയത്. ഇതിലേക്കുള്ള നെയ്ത്തേങ്ങ നിറച്ചത് രാഷ്ട്രപതി തന്നെയാണ്. ശരണം വിളിയോടെ രാഷ്ട്രപതിയുടെ ശിരസിലേക്ക് വിഷ്ണു നമ്പൂതിരി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സായുജ്യമായി അദ്ദേഹം വിശേഷിപ്പിച്ച ഇരുമുടിക്കെട്ട് വെച്ചുകൊടുത്തു. ഇന്ന് രാവിലെ 9:30 10 ഇടയിലാണ് ചടങ്ങ് നടന്നത്. അപൂർവമായി ഈ അവസരം ലഭിച്ചത് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ ആണ് എന്ന് വിഷ്ണു നമ്പൂതിരി പറയുന്നു. രാജ്ഭവനിൽ നിന്നാണ് കെട്ടുനിറയ്ക്കുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. രാഷ്ട്രപതിക്കുൾപ്പെടെ 4 ഇരുമുടികളാണ് തയ്യാറാക്കിയത്. കൂടെയുള്ളവർക്ക് കെട്ടുനിറച്ചത് പമ്പയിലെ മറ്റൊരു മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയാണ്. മകൻ ആകാശ് നാരായണൻ, പരികർമ്മി വിട്ടൽദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇരുമുടിക്കെട്ടേന്ത്യ രാഷ്ട്രപതി ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് തേങ്ങ ഉടച്ചു. സമീപത്തെ ഹനുമാൻ ക്ഷേത്രത്തിലും തൊഴുതു. പ്രത്യേകം സജ്ജമാക്കിയ ഗൂർഖ ജീപ്പിലാണ് സന്നിധാനത്തിലേക്ക് പോയത്. കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങൾ ഇന്നലെ തന്നെ പമ്പയിൽ എത്തിച്ചിരുന്നു. ഇവ കേന്ദ്ര സുരക്ഷാ സേനയുടെയും രാഷ്ട്രപതി ഭവന്റെയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഗൂർഖ വാഹന വ്യൂഹത്തിൽ ശബരിമല കയറിയ ആദ്യത്തെ VVIP ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇതിനു മുൻപ് VV ഗിരി ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് 1001 കതിനവെടി മുഴക്കിയാണ്. അദ്ദേഹം പക്ഷേ അന്ന് ശബരിമല മല കയറിയത് ഡോളിയിലാണ്. ആ സംവിധാനം അദ്ദേഹത്തിന്റെ ആ ഒരു വരവോട് കൂടിയാണ് ഡോളി പിന്നീട് ശബരിമലയിൽ സർവ്വസാധാരണമായത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തി കെട്ടുനിറയ്ക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ക്ഷേത്ര മേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി എന്നിവരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും ചെറിയ സുരക്ഷാ വീഴ്ചകളൊക്കെ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദർശനം തന്നെ ഇപ്പോൾ രാഷ്ട്രപതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് ചന്ദനവും രാഷ്ട്രപതിയുടെ ഇരുമുടി 2 ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന്റെയും ഒക്കെ ഒരു പുണ്യം, അതിന്റെ ഒരു സന്തോഷം മേൽശാന്തിയും പങ്കുവച്ചു. രാഷ്ട്രപതിയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ഹെലികോപ്റ്ററിന് കാലാവസ്ഥ പ്രശ്നം മൂലം നിലയ്ക്കൽ ഇറങ്ങാനാകാതെ വന്നാൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങാനും ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം സോൾവ് ചെയ്ത് തന്നെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമായി ഈ ശബരിമല ദർശനം മാറുകയാണ്. ഇനി രാഷ്ട്രപതി തുടർന്നൊരു 3 മണി വരെ സന്നിധാനത്തുണ്ടാകും. സന്നിധാനത്താണോ പമ്പയിലാണോ എന്നത് വ്യക്തമായിട്ടില്ല. ആ അവസരത്തിൽ ശബരിമലയുടെ വികസന പദ്ധതികളെ കുറിച്ച് കൂടുതൽ ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടാകും. രാഷ്ട്രപതിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിലേക്ക് രാഷ്ട്രപതിയുടെ വികസന നിർദ്ദേശങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അത് ശബരിമലയ്ക്ക് വലിയൊരു വികസന പാത തെളിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കേരളം കാത്തിരുന്ന ആ ചരിത്ര സന്ദർശനം ഇതോടെ പൂർത്തിയായിരിക്കുകയാണ്. കറുപ്പണിഞ്ഞ് അയ്യനെ പൂർണ്ണ മനസ്സോടെ കൺകുളിർക്കെ കണ്ടതിന്റെ നിറവിൽ രാഷ്ട്രപതി ഇനി മലയിറങ്ങും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.